കുറച്ച് വാർ ഡെവലപ്മെന്റ്സ് പറയാമെന്ന് വിചാരിച്ചിട്ടോ. കഴിഞ്ഞ ഒരു 5 ദിവസങ്ങളായിട്ട് വെടിനിർത്തലൊക്കെ ആണല്ലോ. അതായത് വെടിനിർത്തൽ അൺഒഫീഷ്യലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ സ്റ്റോക്കുകളൊക്കെ തീർന്നു. അതേസമയത്ത് തന്നെ ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപുമായിട്ടും സെലൻസ്കിയൊക്കെ ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അത് അങ്ങനെ, അതായത് ഒരു എന്താ പറയുക, ഒരു സീസ് ഫയർന്ന് അൺഒഫീഷ്യലിയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി അമേരിക്കയ്ക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. സൗദിയുടെ സപ്പോർട്ട് വേണം, UAEയുടെ സപ്പോർട്ട് വേണം, സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത റോയിട്ടേഴ്സ് ഇന്നലെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്, അടുത്ത ബാച്ച്, അതായത് നെക്സ്റ്റ് ബാച്ച് ഓഫ് ആയുധങ്ങൾ ചൈനയിൽ നിന്ന് ഇറാനിലോട്ട് വരാനുള്ള കരാറുകളും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. അത് പാകിസ്ഥാൻ ത്രൂ ആണ് വരുന്നത് എന്നുള്ള റോയിട്ടേഴ്സിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഏതായാലും വാർത്തയുടെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. അതായത് 300 മുതൽ 400 ചൈനീസ് നിർമ്മിത മാൻ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തോളത്ത് വെച്ചിട്ട് ഈ മിസൈലുകളെ തോളത്ത് വെച്ച് വിടുന്ന മിസൈല്, ചെറിയ മിസൈലുകൾ, ഇതിനെ തകർക്കാനൊക്കെ വേണ്ടിയിട്ട്, വരുന്ന വിമാനങ്ങളെ തകർക്കാനും ഡ്രോണുകളെ തകർക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ 300 മുതൽ 400 ചൈനീസ് നിർമ്മിത മാൻ പാഡുകളാണ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പം ഇറാന് കൈമാറാൻ ചൈന പുതിയൊരു കരാറിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. QW12 അതുപോലെ FN13 എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് മോഡലുകളാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മൂല്യം ഏകദേശം 60 മില്യൺ മുതൽ 70 മില്യൺ ഡോളർ വരെയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഷോങ്ചിങ് ബവോഷാങ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. അവരാണ് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സ്ഥാപനമാണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടത് എന്നുള്ള റോയിട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇത് ചൈനയിൽ നിന്ന് എങ്ങനെ ഇറാനിലോട്ട് എത്തിക്കും എന്നുള്ളതിൻ്റെ പാതയും കൂടെ ഇതിൽ പറയുന്നുണ്ട്. പടിഞ്ഞാറൻ ചൈനീസ് ഉംറൂച്ചിയിൽ നിന്നിട്ട് പാകിസ്ഥാൻ വഴിയാണ് ഇറാനിലോട്ട് വിമാനമാർഗം എത്തിക്കാനാണ് ഇതിൻ്റെ പദ്ധതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വാർത്ത വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചൈന പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ട് സമാധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും കൊടുക്കുന്നില്ല എന്ന് ചൈന ആദ്യമേ അവിടെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോഴേക്കും പാകിസ്ഥാനും പേടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങളുടെ വ്യോമ പരിധി കൂടെ എങ്ങനെ സംഭവങ്ങളൊന്നും പാസ് ചെയ്യുന്നില്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ചൈനയ്ക്ക് നേരിട്ട് യുദ്ധത്തിൽ ഇടപെടണം എന്നുള്ളത് പുറത്ത് പറയാൻ ഒരിക്കലും താല്പര്യമില്ല. പക്ഷേ ചൈന ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ഇടപെട്ടതെന്ന് എല്ലാവർക്കും അറിയും ചെയ്യാം. കാരണം ചൈനയുടെ 80 മുതൽ 90% വരെ ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം ഇറാനാണ്. അത് ഇറാൻ്റെ അത്രയും വലിയൊരു ഭാഗം ചൈനക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ചൈനയുടെ പല എന്താ പറയുക റെയിൽ മാർഗങ്ങൾ, അതായത് ഇറാനിന് റെയിൽ മാർഗങ്ങൾ ത്രൂ ചൈനയിലോട്ട് ഒരുപാട് മറ്റ് പല സാമ്പത്തിക വാണിജ്യ പദ്ധതികളും പലതരത്തിലുള്ള വാണിജ്യ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇറാൻ ഇല്ലാണ്ട് നടക്കില്ല, ഇറാനും ചൈന ഇല്ലാണ്ട് നടക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ചൈന അത് സമ്മതിച്ച് തരാറില്ല എന്ന് മാത്രം. അത് തന്നെയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പാകിസ്ഥാൻ എങ്ങാനും ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗദി പണങ്ങും, US പണങ്ങും. സൗദിയുടെ ഒക്കെ സ്വന്തക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാന് ഈ പറഞ്ഞ പോലെ അൺഒഫീഷ്യലി ഈ പാകിസ്ഥാൻ ഇറാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ്. ഇറാൻ്റെ എണ്ണ പല രീതിയിൽ റോഡ് മാർഗം അല്ലെങ്കിൽ എന്താ പറയുക ബോർഡറുകളൊക്കെ തോന്നിയ പോലെ ക്രോസ് ചെയ്ത് ബൈക്കിൽ വരെ ഇറാനിന് എണ്ണ എടുത്തു കൊണ്ടുവരുന്ന ടീമാണ് പാകിസ്ഥാനികൾ. അങ്ങനെ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റിപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു റിപ്പോർട്ട് നമുക്കറിയാം, ഇന്നലെ ഉക്രൈൻ ഇറാനിയൻ കപ്പലിന് ആക്രമിച്ചിട്ടുള്ളത്. അതായത് കാസ്പിയൻ കടലിൽ വെച്ചിട്ടായിരുന്നു അന എന്ന് പറഞ്ഞിട്ടുള്ള ചരക്ക് കപ്പലിനാണ് ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിലൊരു ഇറാനി നാവികൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഞങ്ങൾ അടിക്കും എന്ന് ഇന്നലെ വ്യക്തമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുമായിട്ടുള്ള ഒരു ചർച്ച ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോൺ സംഭാഷണമാണ് നടന്നിട്ടുള്ളത്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത വരുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുമായിട്ട് ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ആൻറ്റി സിബിഹ ഫോണിൽ സംസാരിച്ചു. കാസ്പിയൻ കടലിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണം അബദ്ധത്തിൽ പറ്റിപ്പോയത് മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളെ ആക്രമിക്കാനുള്ള ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഞങ്ങളുടെ മനസ്സിലില്ല. അതുകൊണ്ട് നിങ്ങൾ സംഘർഷങ്ങൾ ഇല്ലാതെ ഇരിക്കണം, ഇല്ല ഉണ്ടാക്കരുത് എന്ന് ഒരു അഭ്യർത്ഥന ഈ ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം അബ്ബാസ് അറാച്ചി ഇറാൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം അബ്ബാസ് അറാച്ചി പറഞ്ഞിരുന്നത് ഇന്നലെ പകൽ സമയത്ത് നമ്മൾ കണ്ടിരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഓൾറെഡി ഇവർ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനിലെ കരിങ്കടലിലുള്ള തീരപ്രദേശത്തോട്ട് ബാലിസ്റ്റിക് മിസൈൽ അയക്കാൻ റെഡി ആയിട്ട് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇറാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഫോൺ കോൾ വരുന്നതും തൽക്കാലം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഇറാൻ ഉക്രൈൻ ആക്രമിക്കുന്നത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ന്യൂയോർക്ക് ടൈംസ് ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഈ 2 വാർത്തകളാണ് ഇറാൻ്റെ കാര്യത്തിൽ ഇപ്പം പറയാനുള്ളത്. കാരണം ഇറാൻ ഇന്നലെ രാത്രി വീണ്ടും അമേരിക്കയുടെ ജോർദാൻ ബേസിലേക്ക് അടിച്ചിട്ടുണ്ട്.
അത് അപ്രതീക്ഷിതമായിട്ട് റെഡിയാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാരുണ്ടായിരുന്നു, ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് ഇറാൻ്റെ ഇൻ്റലിജൻസിന് വിവരം കിട്ടിയതുകൊണ്ട് തന്നെ ഇറാൻ അവരിങ്ങോട്ട് അടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇറാൻ അങ്ങോട്ട് കയറി ഇന്നലെ അടിച്ചതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. തിരിച്ച് അമേരിക്ക ഇതുവരെ തിരിച്ചാക്രമിച്ചിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് ഇനി റീഫിൽ ചെയ്യണം, നെതന്യാഹുവിനെ തിരിച്ച് സേഫായിട്ട് ഇസ്രായേലിലോട്ട് എത്തിക്കണം, കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇതുവരെ തിരിച്ചടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഇന്നലെ അമേരിക്കയുടെ പട്ടാളവും അതുപോലെ എന്താ പറയുക സെൻട്രൽ കമാൻഡും സൗദിയും കൂടെ ഇറാഖിലുള്ള കുറച്ച് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. മിലീഷ്യ സൈനിക കേന്ദ്രങ്ങൾ ഇന്നലെ ആക്രമിച്ചിട്ടുണ്ട്. ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ആക്രമണമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതായത് നെതന്യാഹു ട്രംപ് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെന്റിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് അവർ ചെയ്ത പ്ലാന് സൗദി പ്രാവർത്തികമാക്കി കൊടുക്കുക എന്ന് മാത്രം. സൗദിയിൽ നിന്ന് അതിനുള്ള സൗകര്യങ്ങളും സൗദിയും കൂടെ കൂടിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ ഈ സമയത്ത് നടന്നിട്ടുള്ളത്. അതായത് ഇറാഖിൻ്റെ ഔദ്യോഗിക സൈനിക കേന്ദ്രങ്ങളാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നാണ്, അവിടുത്തെ മിലീഷ്യ ഗ്രൂപ്പിൻ്റെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്ന് പറയുന്നുണ്ട്. ഏതാണെങ്കിൽ ഇതിനുള്ള തിരിച്ചുള്ള ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി എത്രയും പെട്ടെന്ന് സൗദി പ്രതീക്ഷിച്ചിരുന്നോളാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗദിയുടെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തത ഇപ്പം ഈ മിലീഷ്യ ഗ്രൂപ്പുകളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ഇസ്രായേലിൽ വൻ എന്താ പറയുക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ യദിയോത്ത് അഹ്റനോത്ത് എന്താണ് യദിയത്ത് ഹഹ്റനോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്താ മാധ്യമങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ടെഹ്റാനിലെ പ്രമുഖ നേതാക്കളെ വധിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഇസ്രായേലിലെ നിലവിലുള്ള ഭരണ സമിതിയിലുള്ള ആളുകളെയും നെതന്യാഹുവിൻ്റെ കൂടെയുള്ള ആളുകൾ, മന്ത്രിമാർ, അവിടെ കൂടെയുള്ള ആളുകൾ എല്ലാവരെയും ഇറാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയത്തും ആക്രമണങ്ങൾ, അതായത് ഡയറക്റ്റ് മിസൈലുകൾ വിട്ടിട്ടുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇസ്രായേലി ഇൻ്റലിജൻസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ നിലവിലുള്ളതും അതുമാത്രമല്ല മുൻകാലങ്ങളിലുള്ളതുമായിട്ടുള്ള മുതിർന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണ എന്താ പറയുക ഒരു ഇതെടുക്കണം, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുള്ള മുന്നറിയിപ്പുകളാണ് ലഭിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഈ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇസ്രായേലി സെക്യൂരിറ്റി ഏജൻസി ഷിൻബെറ്റ് പ്രമുഖ ഇസ്രായേലി വ്യക്തികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അവരുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ മുൻകരുതലുകൾ എടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ ഇസ്രായേലി ദിനപത്രം ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഒരു വലിയ യുദ്ധത്തിന് മുമ്പുള്ള ഒരു സമാധാനമായിട്ടാണ് കാണുന്നത്. അമേരിക്ക അവിടെ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലും ഇന്നലെ നമുക്കറിയാം നെതന്യാഹുവും ട്രംപിൻ്റെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇനി ഏത് രീതിയിലാണ് യുദ്ധം കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ ഈ കൂടിക്കാഴ്ചകൾ. അല്ലാണ്ട് ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. യുദ്ധം ചെയ്യുക, ആളുകളെ കൊല്ലുക, വംശഹത്യ നടത്തുക, ഇത് മാത്രമാണ് ഈ രണ്ട് ഭരണാധികാരികളും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇന്നലെ. ഒരു ക്ലോസ് ഡോർ ചർച്ചയായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് സൗദി പല രീതിയിൽ ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഹൂത്തികളെ സൗദി അടിച്ചു, തിരിച്ച് ഹൂത്തികൾ നല്ല നെരുപ്പിട്ട് കൊടുത്തു. അതോടുകൂടി ഹൂത്തികളെ തൽക്കാലത്തെ ആക്രമിക്കുന്ന സൗദി ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം തിരിച്ച് അതേപോലെ അരാംകോടെ ഏകദേശം ഒരു ഹാഫ് പോർഷനോളാണ് ഇപ്പം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അരാംകോടെ സപ്ലൈ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹൂത്തികളുടെ ആക്രമണത്തിൻ്റെ ഹൂത്തികൾ യൂസ് ചെയ്യുന്നത് ഇറാൻ്റെ ഡയറക്റ്റ് ഡ്രോണുകളും മിസൈലുകളും. ഹൂത്തികൾക്ക് അത്രയും സപ്പോർട്ടാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഹൂത്തികൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നല്ല അടി കിട്ടുന്നു സൗദിക്ക് നല്ല പോലെ അറിയാം. ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തു വയ്ക്കുന്നതാണ്. തിരിച്ച് ടെസ്റ്റ് അല്ല, ഒറിജിനൽ ഡോസ് ഇവിടെ കിട്ടിയതോടുകൂടി അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പം ഈ മറ്റ് മിലീഷ്യ ഗ്രൂപ്പുകളായിട്ടുള്ള ഇറാഖിലെ ചെറിയ ഗ്രൂപ്പുകളെ തൽക്കാലം അടിക്കുക അമേരിക്കയുടെ കൂടി. അങ്ങനെ അമേരിക്കയുടെ എന്താ പറയുക ഇഷ്ടവും ഇതൊക്കെ പിടിച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ന്യൂക്ലിയർ പവേർഡ് ആവുക എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ സൗദി നിൽക്കുന്നത്. പക്ഷേ സൗദിക്ക് അത് കൊടുക്കാൻ പോകുന്നില്ല അമേരിക്ക. എപ്പം ഇസ്രായേലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിന് വേണ്ടി വിധേയപ്പെട്ട് എബ്രാഹിമിക് അക്കൗണ്ടിൽ സൈൻ ചെയ്യുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ കൂടി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അമേരിക്ക സൗദിക്ക് ഈ പറഞ്ഞ ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അഗ്രിമെൻറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൗദി വെറുതെ ഇങ്ങനെ വെള്ളമിറക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. ഏതായാലും ആ സമയം കൊണ്ട് യുദ്ധം വേറെ രീതിയിലോട്ടൊക്കെ മാറുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ഈ സമയം വരെയുള്ള കാര്യമായിട്ടുള്ള ചില അപ്ഡേറ്റുകൾ പറയാൻ ഇത്രയേ ഉള്ളൂ. പുതിയ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.